ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ 9ാമത്തെ അധ്യായമാണ്. കഴിഞ്ഞ ബിസിനസ് സ്റ്റഡീസ് പേപ്പർ 1 നമ്മൾ പഠിച്ചതാണ്. ആ പേപ്പറിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന മാനേജ്മെൻറ്റ് എന്നാൽ എന്താണ്, മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്നാൽ എന്താണ്, ബിസിനസ് ഏതെല്ലാം തരത്തിലുണ്ട്, അതുപോലെ മാനേജ്മെൻറ്റ് തത്വങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചു അല്ലേ. ഏതൊക്കെയായിരുന്നു? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 മാനേജ്മെൻറ്റ് ധർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു അധ്യായമാണ് ഇത്, ധനകാര്യ മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. ഇതിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഉൽപ്പാദക ഘടകങ്ങളെക്കുറിച്ച്. ഉൽപ്പാദക ഘടകങ്ങൾ നമുക്കറിയാം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ തുടങ്ങിയവ അല്ലേ. ഭൂമി വേണം, അതുപോലെ തൊഴിലാളികൾ വേണം, അതുപോലെ എന്ത് ചെയ്യണം, മൂലധനം ആവശ്യമാണ്, യന്ത്രങ്ങൾ വേണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉൽപ്പാദനം സാധ്യമാവുകയുള്ളൂ. നമ്മൾ പഠിച്ചതാണല്ലേ. ഉൽപ്പാദക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഉൽപ്പാദനം നടത്തുവാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഇത് ഉൽപ്പാദക ഘടകങ്ങൾ, ഉൽപ്പാദന ഘടകങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. അതിലേതൊക്കെയാണ് പറഞ്ഞത്? ലാൻഡ് ഉണ്ടാവും, ഭൂമി ഉണ്ടാവും, യന്ത്രങ്ങൾ അഥവാ മെഷീനറി അല്ലേ. ഭൂമി അഥവാ ലാൻഡ്, അതുപോലെ മെഷീനറി അഥവാ യന്ത്രങ്ങൾ, അതുപോലെ ലേബർ അഥവാ തൊഴിലാളികൾ, ക്യാപിറ്റൽ അഥവാ മൂലധനം തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, ടെക്നോളജി, സാങ്കേതിക വിദ്യ ഒക്കെ വേണം. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഘടകങ്ങൾ ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്ഥാപനത്തിൽ ഉൽപ്പാദനം നടക്കുന്നത്. അപ്പോൾ ഉൽപ്പാദക ഘടകങ്ങൾ ഏതൊക്കെയാണ്? ലാൻഡ് ഉണ്ടാവും, ഭൂമി ഉണ്ടാവും, തൊഴിലാളികൾ ഉണ്ടാവും, അതുപോലെ തന്നെ യന്ത്രങ്ങൾ ഉണ്ടാവും, സാങ്കേതിക വിദ്യകൾ ഉണ്ടാവും, ധനം അഥവാ മൂലധനം ഉണ്ടാവും, പൈസ ഉണ്ടാവും. ഇങ്ങനെയെല്ലാം വേണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇതിനെക്കുറിച്ചാണ്. ഉൽപ്പാദക ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണേത്? ധനം. ഈ ധനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ക്യാപിറ്റൽ, മൂലധനം എന്ന പേരിൽ അറിയപ്പെടും, അല്ലെങ്കിൽ ഫിനാൻസ് എന്ന പേരിൽ അറിയപ്പെടും, ഫണ്ട് എന്ന പേരിൽ അറിയപ്പെടും. ഇതൊക്കെ എന്ത് തന്നെയാണ്? ധനമാണ്. ധനം അഥവാ പണം അല്ലേ. പണമാണ്. പണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, പണമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ട്, ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമായിട്ട് വരുന്ന കാര്യം ഏതാണ്? പണമാണ്. പണമുണ്ടെങ്കിലേ നമുക്ക് എല്ലാവിധ ഘടകങ്ങളെയും എല്ലാ ഉൽപ്പാദക ഘടകങ്ങളെയും നമുക്ക് ഒരുമിച്ച് കൂട്ടുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, പണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉൽപ്പാദക ഘടകങ്ങളെ എല്ലാം ഒരുമിച്ച് കൂട്ടുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ധനം ആവശ്യമാണ്. ഒരു ബിസിനസ്സിൻ്റെ ജീവിതരക്തം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ധനമാണ്. ഫിനാൻസ് ഓർ ഫണ്ട് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു. ഫണ്ട് ഓർ ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എനി ബിസിനസ്. ഏതൊരു ബിസിനസ്സിൻ്റെയും ജീവരക്തം എന്നറിയപ്പെടുന്ന എന്താണ്? ഫണ്ടാണ്, ഫിനാൻസാണ്, പണമാണ്. ഏതൊരു ബിസിനസ്സിൻ്റെയും ജീവിതരക്തവും നാഡീകേന്ദ്രവുമാണ് ധനം എന്ന് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, മൊത്തം ഘടകങ്ങളിൽ ഏറ്റവും ദൈർലഭ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഇത്. ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവർക്ക് ആവശ്യത്തിലധികമായിട്ടുള്ള പണം, ആവശ്യത്തിന് പോലും തികയുന്ന രീതിയിലുള്ള പണം അവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതായത് ധനം എന്ന ഘടകം, ഉൽപ്പാദക ഘടകം വളരെ കുറവായിരിക്കും, ദൗർലഭ്യമുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കണം. അതായത് ധനം വളരെ യുക്തിപൂർവവും ഫലപ്രദവുമായി വിനിയോഗിക്കേണ്ടതുണ്ട്. കാരണം ധനം വളരെ കുറവാണ്. ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രധാനപ്പെട്ട ജീവിതരക്തം, ലൈഫ് ബ്ലഡ്, അതുപോലെ നാഡീകേന്ദ്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ധനമാണ്. ഏതൊരു ഓർഗനൈസേഷൻ, ഏതൊരു സ്ഥാപനം ആരംഭിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും നവീകരിക്കുന്നതിനും ധനം ആവശ്യമാണ്. എന്താണ് പറഞ്ഞത്? ഏതൊരു സ്ഥാപനവും തുടക്കം കുറിക്കണമെങ്കിൽ, പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ പൈസ വേണം. അത് പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകണമെങ്കിൽ പൈസ വേണം.
അതിനെ വിപുലീകരിക്കുക, എക്സ്പാൻഷൻ നടത്തണമെങ്കിൽ പൈസ വേണം. അതിനെ നവീകരിക്കണമെങ്കിൽ, മോഡേണൈസ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ പൈസ വേണം, ധനം ആവശ്യമാണ്. ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ പണത്തെയാണ് ബിസിനസ്സിലെ ധനം എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ബിസിനസ്സിൽ മണി എന്നല്ല അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്ന ടേം അതാണ് ധനം അഥവാ ക്യാപിറ്റൽ. ഓക്കെ, നമ്മളിവിടെ ക്യാപിറ്റലായിട്ടാണ് പരിഗണിക്കുന്നത്, ധനം എന്ന രീതിയിൽ വിളിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്താൻ ധനം ആവശ്യമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഉൽപാദക ഘടകമാണേത്? ധനം എന്നറിയപ്പെടുന്നത്. ബിസിനസ്സിൻ്റെ ജീവിതരക്തവും ജീവരക്തവും ജീവനാഡിയുമൊക്കെയാണ് ഇത് എന്നാണ് അറിയപ്പെടുന്നത്. ധനകാര്യ പ്രവർത്തനങ്ങളിൽ പൊതു മാനേജ്മെൻറ്റ് തത്വങ്ങൾ പ്രയോഗിക്കുന്നതിനെയാണ് ധനകാര്യ മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ അധ്യായത്തിൻ്റെ പേരേതാണ്? ധനകാര്യ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ധനകാര്യ മാനേജ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്താ പറയുക? ധനകാര്യ പ്രവർത്തനങ്ങളിൽ പൊതു മാനേജ്മെൻറ്റ് തത്വങ്ങൾ പ്രയോഗിക്കുന്നത് ധനകാര്യ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നു. ധനകാര്യ പ്രവർത്തനങ്ങളിൽ പൊതു മാനേജ്മെൻറ്റ് തത്വങ്ങൾ പ്രയോഗിക്കുന്നത് ധനകാര്യ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നു. എന്താ പറഞ്ഞിട്ടുള്ള? അപ്പോൾ ധനകാര്യ മാനേജ്മെൻറ്റ് വേണം. എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിലുള്ള ഫണ്ട് സ്കാർസ് ആണ് അല്ലേ? വി ഹാവ് ദി സ്കാർസ് റിസോഴ്സസ്, സ്കാർസ് മണി, സ്കാർസ് ഫണ്ട് എന്ന് പറഞ്ഞല്ലേ? ലഭ്യത കുറവുള്ള, പരിമിതമായ ലഭ്യതയിലുള്ള ഒരു റിസോഴ്സാണ് പണം എന്നറിയപ്പെടുന്നത്. ബിസിനസ്സിന് പണം ആവശ്യമാണ്. അപ്പോൾ ഉള്ള പണത്തെ എന്ത് ചെയ്യണം? ഏറ്റവും ഫലപ്രദമായി യുക്തിപൂർവ്വം നമ്മൾ വിനിയോഗിക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടി സഹായിക്കുന്നതാണ് എന്ത്? ധനകാര്യ മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ ഇത് എന്നുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ധനകാര്യ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത്. ഓക്കെ, ഒരു ബിസിനസ് എൻ്റർപ്രൈസ് നടത്തുന്നതിന് ആവശ്യമായ പണത്തിൻ്റെ ഉറവിടം കണ്ടെത്തുക. ശ്രദ്ധിക്കുക, നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ പോവുകയാണ്. ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടാവും. ഒന്നാമത്തേത്, ഏത് തരം ബിസിനസ്സാണ് തുടങ്ങേണ്ടത്, എത്ര ധനം വേണം, എത്ര പൈസ ആവശ്യമായിട്ടുണ്ട്, ധനസമാഹരണം എങ്ങനെ നടത്തണം, എവിടെ നിന്നൊക്കെ നമുക്ക് പൈസ കിട്ടും, ധനസമാഹരണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ, പൈസ കളക്ട് ചെയ്യുന്ന സമയത്ത്, സമാഹരിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ എത്ര ലാഭം കിട്ടും, കിട്ടുന്ന ലാഭത്തെ നമുക്ക് എങ്ങനെ വിനിയോഗിക്കാം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു ബിസിനസ്, ഏത് ബിസിനസ്സാണ് തുടങ്ങുന്നത്, അതിന് എത്ര പൈസ ചിലവ് വരും, എത്ര കാലത്തിനുള്ളിൽ ലാഭം കിട്ടും, എത്ര പൈസ നമുക്ക് സ്വന്തമായിട്ട് ഇറക്കാൻ സാധിക്കും, ബാക്കിയുള്ളവരിൽ നിന്നും കടമായിട്ടും മറ്റു രീതിയിലും എങ്ങനെ പണം കണ്ടെത്താം, എത്ര ലാഭം കിട്ടും, ഇതൊക്കെ എന്ത് ചെയ്യുന്നത് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനാണ് ധനകാര്യ മാനേജ്മെൻറ്റ് സഹായിക്കുന്നത്. എന്താണ്? ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് തുടങ്ങേണ്ടത്, എത്ര ധനം ആവശ്യമാണ്, ധനം എവിടെ നിന്ന് സമാഹരിക്കും, അതുപോലെ ധനസമാഹരണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്, പ്രതീക്ഷിക്കുന്ന ലാഭം എത്രയാണ്, ലാഭം എങ്ങനെ വിനിയോഗിക്കണം തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ സഹായിക്കുന്നതാണ് ധനകാര്യ മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഒരു ബിസിനസ് എൻ്റർപ്രൈസ് നടത്തുന്നതിന് ആവശ്യമായ പണത്തിൻ്റെ ഉറവിടം കണ്ടെത്തുകയും ആവശ്യമായ തുക ശേഖരിക്കുകയും അത് ഏറ്റവും വിവേകപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ധനകാര്യ മാനേജ്മെൻറ്റ്. എന്താണ്? ഒരു ബിസിനസ് എൻ്റർപ്രൈസ്, ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നതിനാവശ്യമായ പണത്തിൻ്റെ ഉറവിടം കണ്ടെത്തുക. എവിടെ നിന്നൊക്കെ നമുക്ക് പൈസ കിട്ടും എന്നതിൻ്റെ ഉറവിടം, ഏതൊക്കെ സ്ഥലത്തു നിന്ന് പൈസ കിട്ടുമെന്നതിൻ്റെ ഉറവിടം കണ്ടെത്തുക. മാത്രമല്ല ആവശ്യമായ തുക ശേഖരിക്കുക. ഈ ഉറവിടങ്ങളിൽ നിന്നും ആവശ്യമായ തുക ശേഖരിക്കുകയും അത് ഏറ്റവും വിവേകപൂർവ്വമായി ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ധനകാര്യ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് പണം വളരെ അത്യാവശ്യമായൊരു ഘടകമാണ് അല്ലേ? ബിസിനസ്സിന് വേണ്ട ഭൂമി അല്ലേ, ലാൻഡ് വാങ്ങുന്നതിന്, മെഷീനറി വാങ്ങുന്നതിന്, യന്ത്രങ്ങൾ വാങ്ങുന്നതിന്, ഫർണിച്ചറുകൾ വാങ്ങുന്നതിനൊക്കെ എന്ത് ചെയ്യണം? പൈസ ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് പോകുന്നതിനും പൈസ ആവശ്യമാണ്. ദൈനംദിന ചെലവുകൾ ഉണ്ടാവും സ്ഥാപനത്തിൻ്റെ. അതായത് ഭൂമി വാങ്ങാനും മെഷീനറി വാങ്ങാനും ഫർണിച്ചർ വാങ്ങാനും മാത്രമല്ല, സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവൃത്തി, ഡെയിലി ആക്ടിവിറ്റീസ് നടത്തുന്നതിനും പൈസ ആവശ്യമാണ്. അതുകൊണ്ടാണ് ധനത്തെ ബിസിനസ്സിൻ്റെ ജീവരക്തം, ലൈഫ് ബ്ലഡ് എന്ന് വിളിക്കുന്നത്. അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു
നമുക്ക് അടുത്തതിലേക്ക് പോകാം. ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ പങ്ക് എന്താണ്? എന്താണ് ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ പങ്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പങ്ക് എന്താണ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ധനകാര്യ മാനേജ്മെൻറ്റ് ഉചിതമായ രീതിയിൽ സംഭരണം, വിഹിതം, ഫണ്ട് വിനിയോഗിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. ധനകാര്യ മാനേജ്മെൻറ്റ് അഥവാ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഉചിതമായ രീതിയിൽ, ശരിയായ രീതിയിൽ ധനത്തെ സംഭരിക്കുകയും അതുപോലെ തന്നെ അതിനെ വിഹിതമായി സ്വീകരിക്കുകയും അതുപോലെ ഫണ്ട് ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ധനകാര്യ മാനേജ്മെൻറ്റ് പ്രത്യേകത എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ഫണ്ട് മാത്രമല്ല, പണത്തെ കളക്ട് ചെയ്യുക, സംഭരിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അവിടെ നടക്കുന്ന കാര്യം എന്താണ്? സംഭരിച്ച പണത്തെ എന്ത് ചെയ്യുന്നു? ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യുന്നു, ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. പണത്തെ സംഭരിക്കുകയും സംഭരിച്ച പണത്തെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യുന്നു? വിനിയോഗിക്കുകയും ചെയ്യുക എന്നതാണ് ധനകാര്യ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നത്. പിന്നെന്താണ്? ഇത് ഒരു ഓർഗനൈസേഷൻ്റെ ലാഭവും സമ്പത്തും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്നു. ഇത് ഒരു ഓർഗനൈസേഷൻ്റെ, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലാഭം, പ്രോഫിറ്റ്, സമ്പത്ത്, വെൽത്ത്, ഈ രണ്ട് കാര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ലക്ഷ്യമിടുന്നതാണ്. ധനകാര്യ മാനേജ്മെൻറ്റിലൂടെ എന്ത് ചെയ്യാം? കൃത്യമായി ധനകാര്യ മാനേജ്മെൻറ്റ് നടത്തുന്നതിലൂടെ ഒരു ഓർഗനൈസേഷന്, ഒരു ബിസിനസ് സ്ഥാപനത്തിന് ലാഭവും അതിൻ്റെ സമ്പത്തും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ലാഭം എന്ന് വെച്ചാൽ പ്രോഫിറ്റ്, സമ്പത്ത് എന്ന് വെച്ചാൽ എന്താണ്? വെൽത്താണ്. ലാഭവും സമ്പത്തും തമ്മിൽ വ്യത്യാസമുണ്ട്, ഓർത്തു വെക്കുക. ലാഭം എന്ന് വെച്ചാൽ ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതമാണ്. പക്ഷേ സമ്പത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഷെയർസ്. ഓഹരിയുടെ വില വർദ്ധിക്കുന്നതാണ് സമ്പത്ത് എന്നറിയപ്പെടുന്നത്. മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റിൽ, ഓഹരി കമ്പോളത്തിൽ സ്ഥാപനത്തിൻ്റെ, ബിസിനസ്സിൻ്റെ എന്ത് ചെയ്യുന്നു? ബിസിനസ് സ്ഥാപനത്തിൻ്റെ എന്ത് വർദ്ധിക്കുന്നു? ഷെയറിൻ്റെ, ഓഹരിയുടെ വില വർദ്ധിക്കുകയാണെങ്കിൽ സമ്പത്ത് വർദ്ധിച്ചു എന്ന് നമുക്ക് പറയാം. പിന്നെയോ ഇത് ധനകാര്യ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? അനുയോജ്യമായ മൂലധന ഘടന രൂപപ്പെടുത്തുകയും എൻ്റർപ്രൈസിൻ്റെ വളർച്ചയും വികാസവും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ഥാപനത്തിൽ, ഒരു എൻ്റർപ്രൈസിൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിന് മൂലധന ഘടന മറ്റ് കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതായത് എല്ലാ സ്ഥാപനങ്ങൾക്കും, എല്ലാ എൻ്റർപ്രൈസിനും വ്യത്യസ്തമായിട്ടുള്ള മൂലധന ഘടനയാണ് ഉണ്ടാവുക. മൂലധന ഘടന എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. മൂലധന ഘടന എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു സ്ഥാപനത്തിന്, ഒരു ബിസിനസ് സ്ഥാപനത്തിന് പ്രവർത്തിക്കുവാൻ ആവശ്യമായ പണത്തെ നമ്മൾ പറയുന്ന പേരാണ് മൂലധനം എന്നറിയപ്പെടുന്നത്. ഓരോ ബിസിനസ് സ്ഥാപനത്തിനും മൂലധന ഘടനയുണ്ടാവും. അതായത് വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയാവും വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിലൂടെയാവും ഒരു ബിസിനസ് സ്ഥാപനം അവർക്ക് വേണ്ട മൂലധനങ്ങൾ സ്വരൂപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൂലധന ഘടന മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൂലധന ഘടനയുമായി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ മൂലധന ഘടന രൂപപ്പെടുത്തുവാനും എൻ്റർപ്രൈസിൻ്റെ വളർച്ചയും വികാസവും ഉറപ്പുവരുത്തുവാനും സഹായിക്കുന്നുണ്ട്. പിന്നെ ധനകാര്യ മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് പൊതു മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. വലിയ ഓർഗനൈസേഷനുകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ധനകാര്യ വകുപ്പ് എന്ന് വിളിക്കുന്ന പ്രത്യേക വകുപ്പാണ് നടത്തുന്നത്. വകുപ്പിൻ്റെ തലവനെ ഫിനാൻസ് മാനേജർ എന്ന് വിളിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ഥാപനത്തിലെ പൊതുവായിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് ധനകാര്യ മാനേജ്മെൻറ്റ്. വലിയ സ്ഥാപനങ്ങളിൽ, വലിയ ഓർഗനൈസേഷനുകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ധനകാര്യ വകുപ്പ് എന്ന ഒരു പ്രത്യേക വിഭാഗമാണ് നടത്തുന്നത്. വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ധനകാര്യ വകുപ്പ് എന്നറിയപ്പെടുന്ന ഒരു വകുപ്പുണ്ടാവും, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അവരാണ് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏർപ്പെടുക. പിന്നെയോ ഈ വകുപ്പിൻ്റെ തലവനുണ്ടാവും. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനെ വിളിക്കുന്ന പേരാണ് ഫിനാൻസ് മാനേജർ എന്നുള്ളത്. ഇവരാണ് അത് നടത്തുക. നമുക്ക് അടുത്തത് നോക്കാം, ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം. ഒന്നാമത്തേതാണ് സ്ഥിര ആസ്തികളുടെ വലുപ്പവും ഘടനയും. ഒരു വലിയ തുക നിക്ഷേപിക്കാനുള്ള
മൂലധന ബഡ്ജറ്റിംഗ് തീരുമാനം സ്ഥിര ആസ്തികളുടെ അളവിൽ വർധന ഉണ്ടാക്കുകയും അത്രയും തുക സ്ഥിര ആസ്തിയിൽ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു. എന്താ പറഞ്ഞത്? സ്ഥിര ആസ്തികൾ ഫിക്സഡ് അസറ്റ് എന്നറിയപ്പെടും. ഫിക്സഡ് അസറ്റിൻ്റെ വലുപ്പവും ഘടനയും വർദ്ധിക്കും. ഒരു വലിയ തുക നിക്ഷേപിക്കാനുള്ള മൂലധന ബഡ്ജറ്റിംഗ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് തീരുമാനം സ്ഥിര ആസ്തികളുടെ അളവിൽ വർധന ഉണ്ടാക്കും. അതായത് എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? മൂലധന ബഡ്ജറ്റിംഗ് എന്നറിയപ്പെടും. സ്ഥാപനത്തിൻ്റെ ദീർഘകാല നിക്ഷേപമാണെന്ത്? മൂലധന ബഡ്ജറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ മൂലധന ബഡ്ജറ്റിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു? സ്ഥാപനത്തിൻ്റെ സ്ഥിരം ആസ്തികൾ എന്ത് ചെയ്യുന്നു? അതിൽ വർധനവുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് കൂടുതൽ ഫിക്സഡ് അസറ്റുകൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു. മെഷീനറി, അതുപോലെയുള്ള ഫർണിച്ചർ പോലെയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നു. രണ്ടാമത്തേതാണ് ഹ്രസ്വകാല ആസ്തികളുടെ ഘടനയും അളവും. സ്ഥിര ആസ്തികളുടെ വർധനവിനനുസരിച്ച് ഹ്രസ്വകാല ആസ്തികളുടെ അളവും കൂടുന്നു. എന്താ പറഞ്ഞത്? സ്ഥിര ആസ്തികളുടെ ഫിക്സഡ് അസറ്റിൻ്റെ വർധനവിനനുസരിച്ച് ഹ്രസ്വകാല ആസ്തികളുടെ അളവും കൂടുന്നു. ഹ്രസ്വകാല ആസ്തി എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ കറണ്ട് അസറ്റ് എന്നറിയപ്പെടുന്നു. അത് ഹ്രസ്വകാലത്തേക്കാണ്, ചുരുങ്ങിയ കാലത്തേക്കുള്ളതാണ്. സ്ഥിരം ആസ്തികൾ പറഞ്ഞാൽ ദീർഘകാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ്? സ്ഥിരാസ്തികളുടെ വർധനവിനനുസരിച്ച് ഹ്രസ്വകാല ആസ്തികളുടെ വർധനവിലും മാറ്റമുണ്ടാവുന്നു. പിന്നെ ദീർഘകാല ഹ്രസ്വകാല ഫണ്ടുകൾ തമ്മിലുള്ള അനുപാതം. ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ദീർഘകാല ഹ്രസ്വകാല ഫണ്ടുകളുടെ അളവ് ധനകാര്യ മാനേജ്മെൻറ്റ് തീരുമാനമനുസരിച്ചായിരിക്കും. അതായത് ഒരു സ്ഥാപനത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ഫണ്ട് ഉണ്ടാവും. അതായത് ഫിക്സഡ് അസറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മൂലധന ആസ്തിയിലെ സ്ഥിര ആസ്തിയിൽ നിക്ഷേപിക്കുന്നതുണ്ടാവും. അതുപോലെ തന്നെ ഹ്രസ്വകാല ഫണ്ടുകൾ ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ അനുപാതം, ഇതിൻ്റെ റേഷ്യോ തീരുമാനിക്കുന്ന എങ്ങനെയാണ്? ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. കൃത്യമായ പഠനം നടത്തിയിട്ടാണ് അവർ ചെയ്യുക. പിന്നെയോ ദീർഘകാല ധനസഹായ കടം, ഇക്വിറ്റി എന്നിങ്ങനെ വേർതിരിക്കുന്നു. ഡെപ്റ്റ് ഇക്വിറ്റി അനുപാതം ഒരു പ്രധാന സാമ്പത്തിക തീരുമാനമാണ്. ഒരു സ്ഥാപനത്തിൽ കടമായിട്ടുള്ള ധനസഹായം എത്രത്തോളമുണ്ട്, അതുപോലെ ഇക്വിറ്റി ആയിട്ട് ഓഹരികൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് പണം കണ്ടെത്തുന്നത്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്? തീരുമാനങ്ങൾ എടുക്കുന്നത് ധനകാര്യ മാനേജ്മെൻറ്റാണ്, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അതായത് ഒരു സ്ഥാപനത്തിൽ ഓഹരി വിറ്റഴിച്ചുകൊണ്ട് പണം സ്വരൂപിക്കേണ്ടതുണ്ടോ, അല്ലാത്ത പക്ഷം കടമായിട്ട് കടപ്പത്രം ഇറക്കിക്കൊണ്ട് ലോൺ എടുത്തുകൊണ്ടൊക്കെ ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത്, എന്നിങ്ങനെ വേർതിരിക്കുന്നത് എന്താണ്? ഇവിടെയാണ്. ലോങ് ടേം ഫിനാൻഷ്യൽ ലോണ്, അതുപോലെ ഇക്വിറ്റി എന്നിങ്ങനെ വേർതിരിക്കുന്നുണ്ട് മൊത്തം സാമ്പത്തിക സ്രോതസ്സുകളെ. പിന്നെ ലാഭനഷ്ട അക്കൗണ്ടുകളിലെ എല്ലാ ഇനങ്ങളും, ലാഭനഷ്ട അക്കൗണ്ട് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, എല്ലാ ഇനങ്ങളും ഓർഗനൈസേഷൻ ലാഭത്തെയും നഷ്ടത്തെയും ബാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള എല്ലാ ഇനങ്ങളും ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലാഭത്തെയും നഷ്ടത്തെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ധനകാര്യ മാനേജ്മെൻറ്റ് വളരെയധികം അത്യാവശ്യമാണ് എന്ന് പറയുന്നു. നമുക്കറിയാം, കമ്പനി മൂലധനത്തിൽ ഇക്വിറ്റി മൂലധനം കൂടുതലാണെങ്കിൽ, ഇക്വിറ്റി എന്ന് വെച്ചാൽ എന്താ? ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടുള്ള മൂലധനം കൂടുതലാണെങ്കിൽ കൂടുതൽ ലാഭവിഹിതം എന്ത് ചെയ്യണം? ഇക്വിറ്റി ഓണേഴ്സിന് അഥവാ ഷെയർ വാങ്ങിയ ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരും. എന്നാൽ നമ്മൾ കടമായിട്ടാണ് ആളുകളിൽ നിന്നും കടമൂലധനമാണ് വാങ്ങിയിട്ടുള്ളത് എങ്കിൽ, ഡെപ്റ്റായിട്ടാണ് നമ്മൾ ഡെപ്റ്റ് ക്യാപിറ്റലാണ് വാങ്ങിയിട്ടുള്ളത് എങ്കിൽ പലിശ കൂടുതൽ നൽകേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനെന്നുള്ളതാണ് പറയുന്നത്. അടുത്തതാണ് ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ. ഒരു സ്ഥാപനത്തിലെ ധനകാര്യ മാനേജ്മെൻറ്റ് ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. പ്രധാനമായും 2 തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് ധനകാര്യ മാനേജ്മെൻറ്റിന് ഉള്ളത്. ഒന്ന്, ലാഭം പരമാവധിയാക്കൽ. എന്താണ്? ഓഹരി ഉടമകൾക്ക് നിക്ഷേപത്തിൻ്റെ പരമാവധി വരുമാനം ധനകാര്യ മാനേജ്മെൻറ്റ് ഉറപ്പാക്കണം. ഓഹരി ഉടമകൾക്ക്, ഷെയർ ഹോൾഡേഴ്സിന് നിക്ഷേപത്തിൻ്റെ പരമാവധി വരുമാനം ധനകാര്യ മാനേജ്മെൻറ്റ് ഉറപ്പാക്കണം. എന്താ അതിൻ്റെ അർത്ഥം? ലാഭം പരമാവധിയാക്കൽ എന്നതാണ് ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. സ്ഥാപനത്തിൻ്റെ എന്ത് ചെയ്യുന്നു? സ്ഥാപനത്തിൻ്റെ വരുമാനം പരമാവധിയാക്കിക്കൊണ്ട് ഓഹരി ഉടമകൾക്ക് എന്ത് ചെയ്യുന്നു? വരുമാനം കൂട്ടിക്കൊടുക്കുന്നു. എങ്ങനെയാണ്? ഒരു സ്ഥാപനത്തിന് ലാഭമുണ്ടായാൽ ആ സ്ഥാപനത്തിൽ നിന്നും ഓഹരി എടുത്ത ഓഹരി ഉടമകൾക്ക് എന്ത് ചെയ്യണം? ലാഭത്തിൻ്റെ നിശ്ചിത വിഹിതം നൽകേണ്ടതുണ്ട്.
അതിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ലാഭവിഹിതം. അപ്പോൾ എന്ത് ചെയ്യുന്നു, സ്ഥാപനത്തിന് ലാഭം പരമാവധിയാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഓഹരി ഉടമകൾക്ക് എന്ത് ചെയ്യുന്നു, പരമാവധി വരുമാനം കിട്ടുന്നു. അത് ധനകാര്യ മാനേജ്മെൻറ്റ് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഓഹരി ഉടമകൾക്ക് നിക്ഷേപത്തിൻ്റെ പരമാവധി വരുമാനം ധനകാര്യ മാനേജ്മെൻറ്റ് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തേത് ഏതാണ്? സമ്പത്ത് പരമാവധിയാക്കലാണ്. തീരുമാനമെടുക്കുന്നവരുടെ ആത്യന്തിക ലക്ഷ്യം ഓഹരി ഉടമകളുടെയോ നിക്ഷേപകരുടെയോ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം. എന്താണ് സമ്പത്ത് വർദ്ധിപ്പിക്കൽ? സമ്പത്ത് പരമാവധിയാക്കൽ എന്ന് വെച്ചാൽ എന്താണ്? അതാണ് വെൽത്ത് മാക്സിമൈസേഷൻ. ഇവിടെ സ്ഥാപനത്തിൻ്റെ ലാഭമല്ല നോക്കുന്നത്, മറിച്ച് സ്ഥാപനത്തിൻ്റെ സമ്പത്താണ് വർദ്ധിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. നിക്ഷേപകരുടെയോ ഉടമകളുടെയോ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. എങ്ങനെയാണ് സംഭവിക്കുക? ഉടമസ്ഥരുടെ സമ്പത്ത് ഈസ് ഈക്വൽ ടു കൈവശമുള്ള ഓഹരികളുടെ എണ്ണം ഇൻറ്റു മാർക്കറ്റ് വില. ഒരാളുടെ കയ്യിൽ 50 ഓഹരികൾ ഉണ്ടെന്ന് കരുതുക. റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ 50 ഷെയറുകൾ ഉണ്ട് ഇൻറ്റു മാർക്കറ്റിലെ വില. ഇന്നലെ 700 ആയിരുന്നു, ഇന്ന് 800 ആണ്. അപ്പോൾ എന്ത് പറയാൻ സാധിക്കും? നിക്ഷേപകരുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു. ഇന്നലെ 700 ആയിരുന്നു, 3500 രൂപയായിരുന്നു ഉണ്ടായിരുന്നത് മൊത്തം 50 ഷെയർ ആണെങ്കിൽ. ഇന്ന് മാറി എന്ത് 800 ആയി. അപ്പോൾ എന്ത് ചെയ്തു? വിലയിൽ മാറ്റം വന്നു. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓഹരികൾ ഉടമകളുടെ എന്ത് ചെയ്യുന്നു? നിക്ഷേപകരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക. എങ്ങനെയാണ് ഉടമകളുടെ സമ്പത്ത് എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? കൈവശമുള്ള ഓഹരികളുടെ എണ്ണം ഇൻറ്റു മാർക്കറ്റ് വില. മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ ഓഹരിയുടെ വില കുതിച്ചുയരുകയാണെങ്കിൽ അത് ഇൻറ്റു ഒരാളുടെ കൈവശമുള്ള ഓഹരികളുടെ എണ്ണം എടുത്താൽ എന്ത് ചെയ്യും? ആ ഉടമസ്ഥൻ്റെ സമ്പത്ത് കിട്ടും. അതിലേക്ക് അത്രയും രൂപയുടെ സമ്പത്ത് ഉണ്ടാവും. അപ്പോൾ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഷെയറിൻ്റെ മൂല്യം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഓഹരി ഉടമകളുടെ സമ്പത്താണ് എന്ത് ചെയ്യുന്നത്? അവിടെ വർദ്ധിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ പ്രധാന തീരുമാനങ്ങൾ. ഇങ്ങനെയാണ് പറഞ്ഞത്: ഡിസിഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഡിസിഷൻസ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ധനകാര്യ മാനേജ്മെൻറ്റിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട കാര്യം, ധനകാര്യ മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ടും 3 തീരുമാനങ്ങളാണ് ഉണ്ടാവുക. ധനകാര്യ മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ടും 3 തീരുമാനങ്ങളാണ് ഉണ്ടാവുക. ധനകാര്യ മാനേജ്മെൻറ്റിൽ പ്രധാനമായും 3 തീരുമാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നിക്ഷേപ തീരുമാനം, രണ്ടാമത്തേത് ധനസമാഹരണ തീരുമാനം, മൂന്നാമത്തേത് ഡിവിഡൻഡ് തീരുമാനം. അതായത് നിക്ഷേപ തീരുമാനം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, രണ്ടാമത്തേത് ധനസമാഹരണ തീരുമാനം അഥവാ ഫിനാൻസിങ് ഡിസിഷൻസ്, മൂന്നാമത്തേത് ഡിവിഡൻഡ് തീരുമാനം അഥവാ ഡിവിഡൻഡ് ഡിസിഷൻസ്. ഇത്തരത്തിലുള്ള 3 പ്രധാന തീരുമാനങ്ങളാണ് ധനകാര്യ മാനേജ്മെൻറ്റിൽ എടുക്കുന്നത്. ധനകാര്യ മാനേജ്മെൻറ്റിന് മുന്നിൽ വരുന്ന ധനകാര്യ മാനേജ്മെൻറ്റ് എടുക്കേണ്ട പ്രധാനപ്പെട്ട 3 തീരുമാനങ്ങൾ: ഒന്നാമത്തേതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, നിക്ഷേപ തീരുമാനം, രണ്ടാമത്തേതാണ് ഫിനാൻസിങ് ഡിസിഷൻ, ധനസമാഹരണ തീരുമാനം, മൂന്നാമത്തെ ഡിവിഡൻഡ് ഡിസിഷൻ, ലാഭവിഹിത തീരുമാനം. ഇങ്ങനെ 3 വിഭാഗമാണ് ഇതുള്ളത്. അപ്പോൾ ഇങ്ങനെ 3 എണ്ണമാണ് 3 മേഖലകളായിട്ടാണ് ധനകാര്യ മാനേജ്മെൻറ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. ഒന്നാമത്തേതാണ് ധനകാര്യ തീരുമാനം അല്ലെങ്കിൽ ധനകാര്യ തീരുമാനത്തിൽ ഒന്നാമത്തേതാണ് നിക്ഷേപ തീരുമാനം. ഒന്നാമത്തേത് നിക്ഷേപ തീരുമാനം. അതാണ് സ്ഥാപനത്തിൻ്റെ വിലയേറിയ ഫണ്ടുകൾ വിവിധ ആസ്തികളിൽ എങ്ങനെ നിക്ഷേപിക്കണം എന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇത്. നിക്ഷേപ തീരുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെല്ലാം ആസ്തികളിൽ ധനം നിക്ഷേപിക്കണം എന്ന് ശ്രദ്ധാപൂർവം തീരുമാനിക്കലാണ്. ശ്രദ്ധയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ഏതെല്ലാം അസറ്റുകളിൽ, ഏതെല്ലാം ആസ്തികളിൽ നമ്മുടെ കയ്യിലുള്ള പണം നിക്ഷേപിക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണിത്. നിക്ഷേപ തീരുമാനം, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, നമ്മുടെ കയ്യിലുള്ള പണത്തെ എവിടെ നിക്ഷേപിക്കണമെന്ന് ശ്രദ്ധാപൂർവം തീരുമാനിക്കലാണിത്. നിക്ഷേപ തീരുമാനം സ്വീകരിക്കുന്നത് ദീർഘകാലത്തേക്കോ ഹ്രസ്വകാലത്തേക്കോ ആകാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ മേ ബി ഷോർട്ട് ടേം ഓർ ലോങ് ടേം. ദീർഘകാലത്തേക്കുള്ള നിക്ഷേപ തീരുമാനമായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക,
ഹ്രസ്വകാലത്തേക്കുള്ള നിക്ഷേപ തീരുമാനവും ആവാം. ഓക്കെ, ഹ്രസ്വകാലമാവാം, ദീർഘകാലമാവാം. നോക്കാം. ദീർഘകാല നിക്ഷേപ തീരുമാനമാണ് ആദ്യം പറയുന്നത്. അതായത് നിക്ഷേപ തീരുമാനത്തിനെ രണ്ടായി തരംതിരിച്ചു. ദീർഘകാല നിക്ഷേപ തീരുമാനം, രണ്ടാമത്തേത് ഹ്രസ്വകാല നിക്ഷേപ തീരുമാനം എന്നിങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ദീർഘകാല നിക്ഷേപ തീരുമാനം, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. നമുക്കതിൽ നോക്കാം. ഈ തീരുമാനത്തെ മൂലധന ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കുന്നുണ്ട്. ദീർഘകാല നിക്ഷേപ തീരുമാനത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മൂലധന ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീർഘകാല അടിസ്ഥാനത്തിൽ ധനവിനിയോഗം നടത്തുന്നതുമായി തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നറിയപ്പെടുന്നത്. കിട്ടിയോ? അതായത് ദീർഘകാല അടിസ്ഥാനത്തിൽ പണം എങ്ങനെ ഉപയോഗിക്കണം, ധനവിനിയോഗം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അഥവാ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതും ഗവേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട്, ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഒരു പുതിയ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ പുതിയ സ്ഥിരം ആസ്തി വാങ്ങുന്നത് സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെയാണ് ദീർഘകാല നിക്ഷേപ തീരുമാനത്തിൽ വരുന്നത്. പുതിയ മെഷീനറി വാങ്ങുന്നത്, പുതിയ ബ്രാഞ്ച് തുറക്കുന്നതൊക്കെ എന്തിനാണ്? ദീർഘകാല നിക്ഷേപ തീരുമാനങ്ങളിൽ പെട്ടതാണ്. രണ്ടാമത്തേതോ ഹ്രസ്വകാല നിക്ഷേപ തീരുമാനം, അതായത് ചുരുങ്ങിയ കാലത്തേക്ക് ഹ്രസ്വകാല നിക്ഷേപ തീരുമാനം അഥവാ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഈ തീരുമാനത്തെ പ്രവർത്തന മൂലധന തീരുമാനം എന്നും വിളിക്കുന്നു. ഈ തീരുമാനത്തെ പ്രവർത്തന മൂലധന തീരുമാനം എന്ന് വിളിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രധാനമായും കൈവശം വയ്ക്കുന്ന പണം, അതുപോലെ ഇൻവെൻട്രി, പിരിഞ്ഞു കിട്ടാനുള്ള കടം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഹ്രസ്വകാല നിക്ഷേപ തീരുമാനം പ്രവർത്തന മൂലധനവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഹ്രസ്വകാല തീരുമാനം. ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന ദിവസവും നടക്കേണ്ട പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിക്ഷേപ തീരുമാനമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രവർത്തന മൂലധനം എന്ന്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന്. എന്താണ് പ്രവർത്തന മൂലധനം എന്ന് വെച്ചാൽ സ്ഥാപനം പ്രവർത്തിപ്പിക്കുവാൻ ആവശ്യമായ മൂലധനമാണ് ഇത്. പ്രധാനമായും കൈവശം വെക്കുന്ന പണം, ലിക്വിഡായിട്ട് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരാളുടെ കൈവശം നിൽക്കുന്ന പണം, അതുപോലെ ഇൻവെൻട്രി അഥവാ സ്റ്റോക്ക് ഉണ്ടാക്കി വെച്ച ഉൽപ്പന്നങ്ങൾ, അതുപോലെ പിരിഞ്ഞു കിട്ടാനുള്ള പണം, റിസീവബിൾ, സൺട്രി ഡെപ്റ്റേഴ്സ് എന്നിവയൊക്കെയാണ് ഇതിൽ വരുന്നത്. ഈ തീരുമാനം സ്ഥാപനത്തിൻ്റെ ലിക്വിഡിറ്റിയെയും ലാഭക്ഷമതയെയും സ്വാധീനിക്കുന്നുണ്ട്. ഏത് തീരുമാനം? ഹ്രസ്വകാല നിക്ഷേപ തീരുമാനം സ്ഥാപനത്തിൻ്റെ ലിക്വിഡിറ്റിയെയും ലാഭക്ഷമതയെയും സ്വാധീനിക്കുന്നു. ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ കഴിയുന്ന അവസ്ഥ. ഒരു വസ്തുവിനെ, ഒരു ആസ്തിയെ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ, പണമാക്കി മാറ്റാൻ സാധിക്കുന്ന അവസ്ഥയാണ് ലിക്വിഡിറ്റി. അപ്പോൾ ഇത്തരത്തിൽ ലിക്വിഡിറ്റിയെയും അതുപോലെ പ്രോഫിറ്റബിലിറ്റി, ലാഭക്ഷമതയെയും സ്വാധീനിക്കുന്ന കാര്യമാണ് ഹ്രസ്വകാല നിക്ഷേപ തീരുമാനം എന്നുള്ളത്. നമുക്ക് നോക്കാം ദീർഘകാല നിക്ഷേപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അടുത്തായി നമുക്ക് നോക്കാനുള്ളതാണ് ദീർഘകാല നിക്ഷേപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നമുക്ക് നോക്കാം ദീർഘകാല നിക്ഷേപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ.